ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മീനച്ചാറാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മീനച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ദിശ കട്ടിയുള്ള മീനാണെന്ന് ഏറ്റവും നല്ലത്. അതല്ലാതെ സാധാരണ മീനിലും ചെറിയ ചെറിയ മീനിലൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ അധികം മുള്ളില്ലാതെ മുള്ളൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മീനച്ചാറിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഏത് മീനുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് മീനൊന്ന് കഴുകി നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കിലോ മീനാണുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, അതുപോലെ തന്നെ നമ്മുടെ മീനിന് ഇത്രയും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൊണ്ട് ഈ മസാല എല്ലാം നമ്മുടെ മീനിൽ പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാത്രം പുറത്ത് വെക്കുന്നതിനേക്കാളും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ 30 മിനിറ്റിന് ശേഷം പിന്നീട് നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 30 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ നമ്മൾ ഈ മീനച്ചാർ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് നല്ലെണ്ണ ആകുമ്പോഴത്തേക്കും എണ്ണയായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാവും. അതല്ല നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇതിപ്പോൾ തയ്യാറാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ആ എണ്ണ പെട്ടെന്ന് തണുപ്പ് കൊള്ളുമ്പോൾ തന്നെ വെളിച്ചെണ്ണ വന്നിട്ട് കട്ടായി പോകും. അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് എപ്പോഴും കൂടുതൽ നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്കൊന്ന് ചേർക്കാം. നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഡീപ് ഫ്രൈ വേണം ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് വെന്തതിന് ശേഷം അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും അല്ല, ഇതുപോലെ ഇടയ്ക്കും മുറിക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. വീണ്ടും ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്ത് നല്ലതുപോലെ കട്ടിയാക്കരുത്. നല്ല ഹാർഡാകേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെക്കുകയാണ്. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ ഇതുപോലെ ഒരു 10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 1.5 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രേവി കിട്ടും നമ്മുടെ ഈ മീനച്ചാറിന്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. എപ്പോഴും അച്ചാറിന് കുറച്ച് കൂടുതൽ എണ്ണ ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും കൂടി. അപ്പോൾ ഇതുപോലെ ഒരു 2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് വന്നിട്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 സ്പൂൺ മതിയാവും. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. നമ്മൾ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കും തോറും അച്ചാർ കേടാകാതെ ഇരിക്കും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി. ഉലുവാപ്പൊടി കൂടുതൽ ചേർക്കരുത്, എങ്കിൽ പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കും. കുറച്ച് മതിയാവും. നമ്മുടെ മീനച്ചാറിൻ്റെ പ്രധാനപ്പെട്ട കായപ്പൊടിയും കൂടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. ഇനി വേണ്ടത് നമ്മുടെ മസാലകൾക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടിയാണ്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ഈ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ
നല്ല രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ ആ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൂടി ചേർക്കാം. മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇങ്ങനെ കാണുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഓരോ മീനിലും നന്നായിട്ട് തന്നെ മസാലകളെല്ലാം ഒന്ന് പുരണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കേടാകാതെ ഇരിക്കാനും ചെറിയൊരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ട് വിനാഗിരിയാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ വിനാഗിരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം നാൾ കേടാകാതെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് കുറച്ച് വിനാഗിരി കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ഗ്രേവി കൂടി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മീനൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടും കിട്ടും. അതിനു കൂടി വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ മീനച്ചാറൊക്കെ വെച്ചിട്ട് പുറത്തേക്കൊക്കെ കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലൊക്കെ കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് കംപ്ലീറ്റ് ആയിട്ടും വിനാഗിരിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതല്ല വീട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ തീർന്നു പോകുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ വിനാഗിരി, ബാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഒന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു പീസ് അളവിൽ ശർക്കരയും കൂടി. അപ്പോൾ നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ എരിവും പുളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് ബാലൻസായി കിട്ടും. ശർക്കരയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീനച്ചാറാണെന്ന്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാം. നല്ലൊരു ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയ ബോട്ടിലിൽ വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ ബോട്ടിൽ ഒരു 2, ഇതിപ്പോൾ ഇത്രയും അച്ചാർ വന്നിട്ട് ഒരു 2 ബോട്ടിലാക്കി സൂക്ഷിക്കാം. വലിയ ബോട്ടിലാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ കൂടി ചെറിയ ബോട്ടിൽ 2 ബോട്ടിലാക്കി സൂക്ഷിക്കാം. അതാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളത് മാത്രം പുറത്ത് വെക്കാം, ബാക്കി ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇതുവരെ വീട്ടിലെ മീനച്ചാർ തയ്യാറാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.